ബ്രഹ്മപ്രാപ്തിക്ക് പോലും മനുഷ്യൻ ശ്രമിക്കുന്നത് ബ്രഹ്മത്തെ കിട്ടിയിട്ട് എനിക്ക് അതിനൊക്കെ നടത്താൻ വേണ്ടിയാണ്, അല്ലേ? ബ്രഹ്മത്തെ കിട്ടിയാൽ ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ എന്താണെന്ന്. ഈ സങ്കല്പമായിട്ടാണ് ബ്രഹ്മമാർഗത്തിൽ പോലും മനുഷ്യർ പോകുന്നത്, അല്ലേ? അതിലെങ്ങനെ കൃത്യമായിട്ട് അതിനെ ആ സ്വരത്തെ ഉച്ചരിക്കാം, എങ്ങനെ സ്വനപേടകങ്ങളും ഹൃദയവും മൂലാധാരവും തൊട്ട് പരാപശന്തി മധ്യമാ വൈഖരീവാണിയാക്കി അതിനെ എങ്ങനെ മാറ്റാം എന്നുള്ള പഠനം നടത്തി വളരെ ഉറപ്പിച്ച് പാരമ്പര്യമായിട്ട് അതിനെ പകർന്നു കൊടുത്തൊരു മഹാശാസ്ത്രമാണ് മന്ത്രശാസ്ത്രം. ഗുരുജി, യന്ത്രവും മന്ത്രവും എന്താണ്? അത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? തന്ത്രത്തിലെ 2 ഉപായങ്ങളാണ് യന്ത്രവും മന്ത്രവും. യന്ത്രം എന്ന് വെച്ചാൽ മന്ത്രം ആലേഖനം ചെയ്തത്, ഒരു ഫിസിക്കൽ ഫോമിലേക്ക് കൊണ്ടുവന്ന മന്ത്രത്തെ യന്ത്രം എന്ന് വിളിക്കാം. യന്ത്രം എന്ന് വെച്ചാൽ മെഷീൻ അല്ലേ, ട്രാൻസ്ലേഷൻ ഉപകരണം. മന്ത്രത്തിൻ്റെ ആലേഖനത്തെ യന്ത്രം എന്ന് വിളിക്കാം. അതിൻ്റെ വൈബ്രേഷനെ മന്ത്രം എന്നാണല്ലോ വിളിക്കുക, ചലനം, റിവൈബ്രേഷൻ, അത് മന്ത്രം. തന്ത്രത്തിലെ 2 ഉപകരണങ്ങളെന്ന് വിളിച്ചോളുക, അല്ലെ 2 തന്ത്രത്തിലെ 2 ടെക്നിക്കൽ കമ്പോണൻറ്റ് എന്ന് വിളിക്കാമായിരിക്കില്ലേ? വിളിച്ചോളൂ. അപ്പോൾ മന്ത്രത്തിൻ്റെ ഒരു ഫിസിക്കൽ റെപ്രസെൻറ്റേഷൻ ആണോ യന്ത്രം എന്ന് വിളിക്കണം. അപ്പോൾ മന്ത്രം എന്ന് പറയുന്നത് ശരിക്കും ജിയോമെട്രി ആണോ? യന്ത്രം വരച്ച് ജിയോമെട്രിക്കലി വരച്ചാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. യന്ത്രം ജിയോമെട്രിയാണ്. അതിൻ്റെ അകത്ത് എല്ലാ ഷേപ്പിലും ജിയോമെട്രിക്കൽ സ്റ്റേപ്പാണ്, അല്ലേ? ജിയോമെട്രി, അത് കംപ്ലീറ്റ്ലി ജിയോമെട്രിയാണ്. ആ ജിയോമെട്രിക്കൽ സ്റ്റേപ്പിൻ്റെ അകത്ത് ആ മന്ത്രത്തെ കൊണ്ട് വൈബ്രേറ്റ് ചെയ്യുമ്പോൾ അത് പ്രത്യേക വിധിവിധാനങ്ങളോടുകൂടി അത് ചെയ്യേണ്ടത്. അത് ചെയ്ത് ആ യന്ത്രം പ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ ആ വൈബ്രേഷൻ ഉണ്ടായിരിക്കും. അതിൽ ഉദ്ദേശിച്ച ഫലം അതിൽ നിന്ന് വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇത് നമ്മളിപ്പോൾ ആദ്യം മേരി ഹാഡ് എ ലിറ്റിൽ ലാമ്പ് എന്നൊക്കെ റെക്കോർഡ് ചെയ്തൊരു ഒരു പേപ്പറിലോ ചെമ്പിൻ്റെ പാളിയിലോ അങ്ങാണ്ടല്ലേ ആദ്യം വോയിസ് റെക്കോർഡ് ചെയ്തത്. അതിൽ നിന്ന് തിരിച്ച് കറക്കുമ്പോൾ അത് സ്വരം പുറത്തൊക്കെ പുറപ്പെടുവിക്കുകയല്ലേ എന്ന് പറഞ്ഞ അതേ ടെക്നോളജി തന്നെ ഇത്. പക്ഷേ അത് ചെയ്യുന്നവൻ ആ വൈഭവം ഉള്ളവനായിരിക്കണം, മന്ത്രവിത്തായിരിക്കണം. മന്ത്രത്തെ അനുഭവിച്ചറിഞ്ഞ് അവനിലൂടെ പ്രസരിക്കുന്ന മന്ത്രം ആ നാരായം കൊണ്ട് എഴുതുമ്പോൾ അതുപോലെ നാരായം കൊണ്ട് എഴുതുന്നതിന് പ്രത്യേക വിധിയൊക്കെ ഉണ്ട്. അത് എഴുതുമ്പോൾ പിടിച്ചെഴുതുമ്പോൾ ഓരോ അക്ഷരങ്ങളുണ്ടല്ലോ, അതിൻ്റെ അകത്ത് ആ അക്ഷരങ്ങളുടെയൊക്കെ ഗുണവും അത് സ്പന്ദവും ഉണ്ടാവും. ഇതൊരു വളരെ നല്ലൊരു ടെക്നോളജിയാണ്. നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ പഠനം നടത്തി നോക്ക്. പക്ഷേ അത് എഴുതുന്ന ആളെ അപേക്ഷിച്ചായിരിക്കുക, ചുമ്മാ എഴുതി വെച്ചിട്ടൊന്നും ഗുണമൊന്നുമില്ല. എഴുതുന്നയാൾക്ക് എന്ത് പ്രത്യേകത ഉണ്ടാവേണ്ടത്? അയാൾ മന്ത്രവിത്തായിരിക്കണം. ഒന്ന് വിശദീകരിക്കാമോ? ആ മന്ത്രത്തെ അറിഞ്ഞ് അനുഭവിച്ച് ഉപാസിച്ച് ആ ശക്തി അയാളിൽ കൈവന്ന് അതേ മനോഭാവത്തോട് ഇന്ന ഉദ്ദേശത്തിനായി സങ്കല്പശക്തിയോടുകൂടി അയാൾ എഴുതണം. അതായത് ഇത്ര തവണ മന്ത്രം ഉരുവിട്ടിട്ടുണ്ടാവണം എന്നുള്ള കണ്ടീഷൻസൊക്കെ മീറ്റ് ചെയ്ത ആൾ. ചുമ്മാ ഉരുവിട്ടാതൊന്നും പോരാ, അത് ഓരോന്നും ശ്രദ്ധയോടുകൂടി ഉരുവിട്ട് നമ്പറിൽ എത്തിക്കുമ്പോൾ അയാൾക്കെല്ലാം അസിദ്ധി ഉണർന്നു വരും. അപ്പോൾ മന്ത്രങ്ങൾ എന്ന് പറയുന്നത് ഓരോ വൈബ്രേഷൻസാണ്, ഓരോ ഫ്രീക്വൻസിയിൽ പുറത്തേക്ക് വരുന്ന സൗണ്ടുകൾ സ്പന്ദിക്കുന്നു. സ്പന്ദമാണല്ലോ മന്ത്രം. അതിനെ അതേ ഫ്രീക്വൻസിയിൽ നമ്മുടെ ഉള്ളിൽ വൈബ്രേറ്റ് ചെയ്യണം. ഓം എന്നാണല്ലോ ഓം. അതുപോലെ ഹ്രീം എന്നുള്ള മന്ത്രത്തിൻ്റെ വേറെയാണ്. ഇതിനെയൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞാൽ പല രീതിയിലല്ലേ കാണുക. അങ്ങനെയൊക്കെ അതിനെയൊക്കെ റെക്കോർഡ് ചെയ്യുന്ന എന്തൊക്കെയോ സംഗതികളുണ്ടല്ലോ. അതിൻ്റെ വൈബ്രേഷനൊക്കെ അളക്കുന്ന ഓരോന്നുണ്ടല്ലോ, ഇല്ലേ, ഓരോ മെഷീനൊക്കെ. അത് വെച്ചൊക്കെ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ അതിലെങ്ങനെ കൃത്യമായിട്ട് അതിനെ ആ സ്വരത്തെ ഉച്ചരിക്കാം, എങ്ങനെ സ്വനപേടകങ്ങളും ഹൃദയവും മൂലാധാരവും തൊട്ട് പരാപശന്തി മധ്യമാ വൈഖരീവാണിയാക്കി അതിനെ എങ്ങനെ മാറ്റാം എന്നുള്ള പഠനം നടത്തി വളരെ ഉറപ്പിച്ച് പാരമ്പര്യമായിട്ട് അതിനെ പകർന്നു കൊടുത്തൊരു മഹാശാസ്ത്രമാണ് മന്ത്രശാസ്ത്രം. ചുമ്മാണോ വേദങ്ങളൊക്കെ ഇരുന്ന് എന്നൊക്കെ ചൊല്ലത്തില്ലേ, സാമവേദമൊക്കെ കേട്ടില്ലേ ചൊല്ലുന്നതൊക്കെ, രുദ്രമൊക്കെ ചൊല്ലുന്ന പാഠമൊക്കെ ചൊല്ലുന്നതൊക്കെ നിഷ്കർഷമായിട്ട് പഠിക്കണം. നമുക്കതൊന്നും മനസ്സിലാവില്ല. കാരണം വെച്ചാൽ നമ്മൾ സംഗീതമോ ഈ അറിവുകളൊന്നും നമ്മൾ നേടിയിട്ടില്ലല്ലോ. ഇപ്പോൾ സംഗീതം ഞാൻ വിചാരിക്കുമായിരുന്നു ഈ പാട്ടുകാരൊക്കെ രാഗവിസ്താരം ചെയ്യുമ്പോഴേ ഈ 5, 6, 7 ഒക്കെ പ്രാവശ്യം ഇരുന്ന് ഒരേ കാര്യം പറയുന്ന കേൾക്കുമ്പോൾ എനിക്ക് കൊച്ചു ദേഷ്യം വരുമായിരുന്നു. ഇവരെന്തിനേനും ഇപ്പം മനസ്സിലായിട്ടുണ്ട്, ഓരോന്നും ഓരോ തലങ്ങളിലാണ് പാടുന്നത്. ഓരോ തലങ്ങളിലേക്ക് സ്വരത്തെ കൊണ്ടുപോകാനുള്ള
അവരുടെ കഴിവിനെ കാണിക്കുക എന്ന്. അതന്ന് മനസ്സിലാവില്ലായിരുന്നു. ഇതുപോലെ വളരെ ആഴത്തിൽ, അത് കുട്ടിക്കാലം തൊട്ടേ, ഗർഭത്തിൽ കിടക്കുമ്പോൾ തന്നെ ഇത് കേട്ടാണ് വളരുന്നത്. അന്ന് തൊട്ടേ ഇതിനെ ഉറപ്പിച്ച് ആ തലങ്ങളിലേക്ക് പോകുമ്പോൾ ആ സ്പന്ദമില്ലേ, അനാവശ്യ ഊർജ്ജങ്ങളെയൊക്കെ തള്ളി മാറ്റാനും ലക്ഷ്യത്തിലേക്ക് അതിനെ കൊണ്ടെത്തിക്കാനുള്ള ആ പവർ ആ മന്ത്രത്തിനുണ്ട്. ആ മന്ത്രം എഴുതി യന്ത്രത്തിലാക്കി സ്ഥാപിച്ചാൽ അത് നിരന്തരം ഈ സ്പന്ദത്തെ പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കും. ഇതതിൻ്റെ രഹസ്യം. ഇന്നതിനൊക്കെ ഫലമുണ്ടോ ഇല്ലയോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കുക. കാരണം ഇന്ന് എഴുതുന്നവരൊന്നും വിത്തുക്കളല്ലല്ലോ, വിത്തം മാത്രമല്ലേ നോക്കുന്നുള്ളൂ. അപ്പം മന്ത്രങ്ങളും ദേവതകളും തമ്മിൽ എങ്ങനെയാണ് ബന്ധം വരുന്നത്? ദേവതാദി സങ്കല്പങ്ങൾ മന്ത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടായിരിക്കുന്നത്. ഓരോ മന്ത്രസങ്കല്പവും ഗുരുക്കന്മാരിൽ ഉളവായപ്പോൾ ഓരോ ദേവതാദി സങ്കല്പങ്ങളും അവർ അതിനൊപ്പം തന്നെ സങ്കല്പിച്ചിട്ടുണ്ട്. ആ സങ്കല്പം പ്രപഞ്ചത്തിൽ കാണപ്പെടും. അത് ഉപാസകന് അതിനെ പ്രാപിക്കുവാൻ വേണ്ടി അവർ കൊടുത്തിരിക്കുന്ന ഉപകരണമാണ് മന്ത്രം. അതായത് അതാത് ചക്രത്തിൽ അതാ മന്ത്രത്തിന് സ്പന്ദം കൊണ്ടുവരുമ്പോൾ അത് ആ രൂപത്തെ ദർശിക്കാൻ സാധിക്കും. ഇതെങ്ങനെയാണ് കാണുക? ഇപ്പം നിങ്ങൾ ഈ ക്യാമറ വെച്ച് തന്നെ ഷൂട്ട് ചെയ്യുന്നു, ഞാനാണോ ഇതിൻ്റെ അകത്ത് പതിയുന്നത്? അതോ എൻ്റെ രൂപവും എൻ്റെ സ്വരവുമോ? അത് ഞാനല്ലല്ലോ. ഒരു രൂപവും ഒരു സ്വരവും പതിഞ്ഞിരിക്കുന്നു. ഇനി നിങ്ങളൊരു കമ്പ്യൂട്ടർ സ്ക്രീനിലോ അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ സ്ക്രീനിലോ പ്രൊജക്റ്റ് ചെയ്യുന്നു. സത്യം ഞാനവിടെ ഉണ്ടോ? ഞാനവിടെ ഉണ്ടോ? എൻ്റെ ആണോ ആ സ്വരം? അത് എന്താ പറയുക, ഇതെങ്ങനെയൊക്കെയോ ഈ മണ്ഡലങ്ങളിലൂടെ വിവിധ എന്താ പറയുക മാഗ്നറ്റിക് ഫീൽഡിലൂടെ കടന്നു വന്ന് അത് പിക്സലെന്നോ വെട്ടമെന്നോ ഒക്കെ അല്ലേ പറയുക. അതിങ്ങനെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്നു അല്ലേ? അതിനെ ഞാനെന്ന് ധരിക്കുന്നു, കാരണം എൻ്റെ റിസംബ്ലൻസ് ഉള്ളതുകൊണ്ട്. അതാണോ ഞാൻ? അല്ല. പക്ഷേ എങ്കിലും എൻ്റെ സ്വരവും എൻ്റെ രൂപവും അതിലൂടെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുമ്പോൾ അതിനൊരു ഭാവം കിട്ടുന്നില്ലേ? മെക്കാനിക്കലാണെങ്കിലും എന്നോട് സദൃശമായ എന്തോ അതിൽ നിന്ന് പുറപ്പെടുന്നുണ്ടല്ലോ. അതിനെ ഞാനെന്ന് അനുമാനിച്ച് ഞാനത് പറഞ്ഞു എന്നൊക്കെ നമ്മൾ സങ്കല്പിക്കുന്നു ഇല്ലേ? ഇതൊരു സങ്കല്പം തന്നെയല്ലേ? ഇതുപോലെ അവരുടെ മനോമുകുരങ്ങളിൽ അവരങ്ങനെ രൂപത്തെ സങ്കല്പിച്ച് ഉറപ്പിച്ചു. പ്രപഞ്ച സൃഷ്ടി നടത്തി. അതിനെയാണ് ബ്രഹ്മതത്വം എന്ന് പറയുന്നത്. ആ സൃഷ്ടി ഒരു രൂപത്തെ ഉൽപ്പാദിപ്പിച്ചു. വിശ്വാമിത്രൻ ഗായത്രി മന്ത്രം വിശ്വാമിത്രന് വെളിപ്പെട്ടു എന്നല്ലേ പറയുക. അപ്പോൾ വിശ്വാമിത്രൻ അതിനെ സങ്കല്പിച്ചു. എങ്ങനെ? മുക്താവിദ്രുമ ഹേമ നീലധവളച്ഛായേർമുഖേ സ്ത്രീക്ഷണേ യുക്താമിന്ദു നിബദ്ധരത്നമുകുടാം തത്വാർത്ഥവർണാത്മികാം സാവിത്രിം വരദാഭയാങ്കുശകശാ ശുഭ്രം കപാലം ഗുണം ശംഖം ചക്രമഥാരവിന്ദയുഗളം ഹസ്തൈർവഹന്തിം ഭജേയും എന്നുള്ള സങ്കല്പമാണ്. ആ സങ്കല്പ ധ്യാന ശ്ലോകമായിട്ടിരിക്കുന്നത്. ആ സങ്കല്പത്തോടുകൂടി ആ മന്ത്രത്തെ അദ്ദേഹം കൊടുത്തു. ഇതേ സങ്കല്പത്തോട് ആ മന്ത്രം ഉരുവിടുമ്പോൾ നമ്മളിനും ആ വിശ്വാമിത്ര സങ്കല്പം നമ്മളിൽ നിന്ന് ഉരുത്തിരിഞ്ഞു ഉണർന്നു വരും. ആ ദൈവത്തെ നമുക്ക് ദർശിക്കാൻ പറ്റും. പക്ഷെ അത് സങ്കല്പമാണ്, അധ്യാത്മതലമല്ല. അതിലൂടെ ഏകാഗ്രതയുണ്ടാവും, ധാരണയുണ്ടാവും. അത് ധ്യാനത്തിലേക്ക് വഴിപ്പെടും. ആ ധ്യാനം സമാധിയായി പരിവർത്തനപ്പെടും. ഇതൊരു ടെക്നോളജിയാണ്. തന്ത്രത്തിലെ എല്ലാം സത്യത്തിലെത്തിക്കാനുള്ള ഉപായങ്ങളാണ്. എന്ന് പറയുന്നത് സങ്കല്പം മാത്രമാണോ? അങ്ങനെ ഒരു എൻറ്റിറ്റീസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ലേ? നോക്കൂ, ആ ചോദ്യം വളരെ ആഴമുള്ളതാണ്. പക്ഷെ അപ്പോൾ നമുക്ക് വേറെ ഇതിലൊക്കെ മനസ്സിലാക്കാൻ ചിന്തിക്കേണ്ടി വരും. താങ്കൾ എന്നുള്ള എൻറ്റിറ്റി റിയലാണോ അതൊരു സങ്കല്പമാണോ? റിയലാണ്. താങ്കൾ എന്ന് താങ്കൾ എന്തിനെയാണ് ധരിക്കുന്നത്? ഈ ശരീരം, മനസ്സും. ഈ ശരീരം റിയലാണെങ്കിൽ കുറച്ച് വർഷം മുമ്പ് ഇതിങ്ങനെ അല്ലായിരുന്നല്ലോ, മാറിക്കൊണ്ടിരിക്കുന്നില്ലേ? ആ മാറിക്കൊണ്ടിരിക്കുന്ന റിയാലിറ്റിയാണോ താങ്കളെന്ന് വിളിക്കുന്നത്? അപ്പോൾ ഈ ശരീരത്തെ താങ്കളെന്ന് വിളിക്കുന്നു. താങ്കൾ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം മാറാത്ത ഒരു റിയാലിറ്റിയെ നമ്മൾ സങ്കല്പിച്ചുറയ്ക്കുന്നു. അതായത് താങ്കളുടെ കൊച്ചിലത്തെ ഫോട്ടോ കണ്ടോ അത് ഞാനാന്ന് പറയാറുണ്ടല്ലോ. പക്ഷെ അത് ഞാനല്ലല്ലോ. അങ്ങനെയാകുമ്പോൾ മാറിക്കൊണ്ടിരുന്ന ഞാനാണെങ്കിൽ ഇന്നത്തെ ഞാനല്ലല്ലോ. അതെൻ്റെ മാറിയ ഒരു രൂപമാണ് ഇല്ലേ? പക്ഷെ മാറാത്ത ഒന്ന് താങ്കളിലില്ലേ? ഈ മാറ്റത്തെ കാണുന്ന ഒരാൾ അതാരാ? അതിൽ വരുമ്പോൾ താങ്കൾ ഈ പറയുന്ന മാറുന്ന ഞാനൊക്കെ വെറും റിയാലിറ്റിയോ സങ്കല്പമോ ഒക്കെ മാറിയായിപ്പോകും. റിയാലിറ്റി എന്ന് വെച്ചാൽ പ്രാക്ടിക്കൽ സെൻസിൽ ഓക്കെ. അങ്ങനെ നോക്കുമ്പോൾ ദേവതാദി സങ്കല്പങ്ങളൊക്കെ ഒറിജിനലായിട്ട് വരും, റിയാലിറ്റി ആയിട്ട് തന്നെ ഉണ്ട്. ഇനി താങ്കളെ ഒരു സങ്കല്പമാണെങ്കിൽ, താങ്കൾ എന്നുള്ള വ്യക്തിത്വം ഒരു സങ്കല്പമാണെങ്കിൽ ദേവതാദികളും സങ്കല്പം മാത്രം. താങ്കൾ റിയാലിറ്റിയാണ്, ദേവതാദികളും റിയാലിറ്റിയാണ്. അതൊക്കെ അങ്ങനെ തന്നെ ഉണ്ട്. അതിനെ ഉണർത്തിയെടുക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ ഒരു ദേവതയുടെ മന്ത്രോപാസന നടത്തുമ്പോൾ അവരോട് നമ്മൾ പ്രാർത്ഥിക്കുകയാണോ ചെയ്യുന്നത്? മന്ത്ര ഉപാസിക്കുക വെച്ചാൽ ആ ദേവതയെ നമ്മൾ ആവാഹിക്കുക എന്നല്ലേ നമ്മളിലേക്ക്.
എൻ്റെ വ്യക്തിബോധത്തിലേക്ക് ഞാൻ ആ ദേവതയെ ഉപാസിച്ചുറപ്പിക്കുക എന്നല്ലേ അർത്ഥം. ആ ദേവതയായി പരിണമിക്കുക എന്നുള്ളതാണ്. മന്ത്രം ജപിച്ച് മന്ത്രമായി മാറും, മന്ത്രസ്പന്ദമായി അലിഞ്ഞ് ആ ദേവതയായി മാറും. എന്നിൽ ആ ദേവത ഉണരും. ഇതാ മന്ത്രത്തിൻ്റെ ഉദ്ദേശം, ഉപാസനാ മാർഗം. അങ്ങനെ ഉണരുന്നതുകൊണ്ട് എന്താണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത്? ആ ദേവതയ്ക്ക് എന്തൊക്കെയാണ് ശക്തികൾ, ആ ശക്തികളൊക്കെ എനിക്ക് കൈവരും. അപ്പോൾ സിദ്ധികൾ ലഭിക്കാനുള്ളൊരു മാർഗമാണോ ഈ മന്ത്രോപാസന? തുടക്കത്തിൽ സിദ്ധികളാണ്. ഭക്തൻ്റെ ലക്ഷ്യം സിദ്ധിയാണെങ്കിൽ സിദ്ധിയും, മോക്ഷമാണെങ്കിൽ അതിനുള്ള വഴി ഒരുങ്ങും. മോക്ഷം അതിലൂടെ എങ്ങനെയാണ് സാധിക്കുന്നത്? ദേവതയെ മോക്ഷത്തിനായി ഉപാസിക്കുന്നുവെങ്കിൽ ഏകാഗ്രത ഉണ്ടാവും. ഏകാഗ്രത കാലക്രമത്തിൽ ധ്യാനത്തിന് വഴിതെളിക്കും. ധ്യാനം സമാധിക്കും. സമാധിയാണല്ലോ മോക്ഷം. സാധകൻ്റെ ഉദ്ദേശത്തെ അനുസരിച്ചിരിക്കും. ഇപ്പോൾ ബ്രഹ്മപ്രാപ്തിക്ക് പോലും മനുഷ്യൻ ശ്രമിക്കുന്നത് ബ്രഹ്മത്തെ കിട്ടിയിട്ട് എനിക്ക് അതിനൊക്കെ നടത്താൻ വേണ്ടിയാണ്, അല്ലേ? ബ്രഹ്മത്തെ കിട്ടിയാൽ ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ എന്താണെന്ന്. ഈ സങ്കല്പമായിട്ടാണ് ബ്രഹ്മമാർഗത്തിൽ പോലും മനുഷ്യർ പോകുന്നത്, അല്ലേ? ബ്രഹ്മത്തെ കിട്ടിയ ആ നിമിഷം ഞാനില്ലാണ്ടാവും, അല്ലേ ഞാൻ പോയാലേ ബ്രഹ്മം തെളിഞ്ഞു വരൂ എന്ന് പോലും മനസ്സിലാക്കണില്ല. അപ്പോൾ ക്ഷേത്രങ്ങളിൽ ഈ മന്ത്രം ഉച്ചാരണം നടത്തുന്നതും ഈ പറഞ്ഞ ഉപാസനയും പേഴ്സണലായിട്ടുള്ള ഉപാസനയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ക്ഷേത്രം എന്ന് വെച്ചാൽ ഈ ശരീരത്തിനെടുത്ത് പ്രതിഷ്ഠിച്ചിരിക്കുകയല്ലേ അത് രൂപത്തിൽ. നമ്മൾ വ്യക്തിപരമായിട്ട് ചെയ്യുമ്പോൾ അത് നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിനോ അല്ലെ വ്യക്തി അനുഭവത്തിന് വേണ്ടിയല്ലേ നമ്മൾ ചെയ്യുക ഒരു വ്യക്തി ചെയ്യുമ്പോൾ. ക്ഷേത്രം വെച്ചാൽ ഒരു പബ്ലിക് പ്ലേസ് എന്നുള്ള കൺസെപ്റ്റിൽ കൊണ്ടുവന്നൂടെ, അല്ലെ ഒരു യോഗികളുടെ ഒരു കൂട്ടത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഒരു യന്ത്ര സംവിധാനം. നമ്മുടെ മുറിയും ഒരു മീറ്റിംഗ് ഹാള് പോലെ, അല്ലേ? മീറ്റിംഗ് ഹാള് പലർക്കും ഇരിക്കാം, പലർക്കും അത് ഉപയോഗപ്പെടുത്താം. അതേ ഒരു മന്ത്രം എല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാം. അങ്ങനെ സംവിധാനമായിരിക്കണം ക്ഷേത്രം. എങ്കിൽ ഇതെൻ്റെ വ്യക്തി മുറിയാണെന്ന് ധരിച്ചോളൂ, എൻ്റെ വ്യക്തി ഉപാസന. ഉദ്ദേശം രണ്ടിലും ഒന്നെങ്കിലും അനുവർത്തിച്ച മാർഗം വ്യത്യസ്തമാണ്, അല്ലേ? ആഴത്തിൽ നോക്കിയാൽ എല്ലാവരും വ്യക്തിയായിട്ടാണല്ലോ ക്ഷേത്രത്തിൽ ചെന്നാലും ഇരിക്കുക. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ഭ്രഷ്ടരാവാറുണ്ട് പലപ്പോഴും. കാരണം നമ്മൾ മന്ത്രത്തിന് പകരം വ്യക്തികളെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ ആദ്യകാലത്തൊക്കെ ക്ഷേത്രങ്ങൾ, പിൽക്കാലത്തൊക്കെ അവനവൻ്റെ മനസ്സാകുന്ന ക്ഷേത്രം അതിലേക്ക് എത്തിച്ചേരണം. അതിന് സ്വയം ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ സ്വയം അനുഷ്ഠിക്കുന്ന സാധനാദി വിശേഷങ്ങളൊക്കെ പ്രയോജനപ്പെട്ടേക്കാം.